നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവണമെങ്കിലോ യു നീഡ് എ ഹാബിറ്റ് സിസ്റ്റം. ഒരു ഹാബിറ്റ് ഓർ സിസ്റ്റം നിങ്ങൾ കറക്റ്റ് ഫോമിൽ ചെയ്താൽ ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്. ബട്ട് എനിക്കറിയാം കുറേ പേർക്ക് ഒരു ഹാബിറ്റ് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ, ജോയിൻ മൈ കമ്മ്യൂണിറ്റി. ഞാൻ ഈ പറയുന്ന സിമ്പിൾ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഒരു ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാനെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊരു ഹാബിറ്റ് തുടങ്ങാനുള്ള സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസി. നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ വരും. ചിലപ്പോൾ നമ്മൾ നല്ല മോട്ടിവേറ്റായി പമ്പായി റെഗുലറായിട്ട് ചെയ്യണം, എന്നും ചെയ്യണം എന്ന് തുടങ്ങുമ്പോൾ തന്നെ നല്ല ഭയങ്കരമായിട്ടൊന്ന് തുടങ്ങും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കിടന്നു. എസ്പെഷ്യലി ചില മോട്ടിവേഷണൽ വീഡിയോ, ചില മോട്ടിവേഷണൽ മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹൈ വരും. നമുക്ക് ആ സമയത്ത് തോന്നുമ്പോൾ ഒരു മല വരെ വേണമെങ്കിൽ തള്ളിയിടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന മോട്ടിവേഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഗുലറായിട്ട് ഒരു വർഷം മുഴുവനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഒരു ഹാബിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്പർ 2, ഫോക്കസ് ഓൺ പ്രോഗ്രസ്. ഏതൊരു ഹാബിറ്റും 100% ആരെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് മനസ്സിലാക്കി വെച്ചിട്ട് ആ പ്രോസസ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം മുതൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അത് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഈസിയാക്കി വെച്ചിട്ട് കുറേ നേരം ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സ് വേണം, റിസൾട്ട് വേണ്ട. 3rd വൺ, ഐഡൻറ്റിഫൈ ദ ക്യൂ. ഒരു ഹാബിറ്റ് വെറുതെ ഫോം ചെയ്യുന്നതിന് പകരം അത് നമ്മൾ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര നേരം ചെയ്യണം, അതിനുള്ള പ്ലാൻ എന്താണെന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. വേറൊരു വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ റൂട്ടീനിൽ തന്നെ ഒരു ഹാബിറ്റ് ഇല്ലേ, അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ എന്താണോ തുടങ്ങാനുള്ള ഹാബിറ്റ് ആ ഹാബിറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം, കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ജിമ്മിൽ പോകുന്ന വ്യക്തി എന്ന് വിചാരിക്കുക. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ഒരു ഹാബിറ്റിൻ്റെ കൂടെ വേറൊരു ഹാബിറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് നമ്മൾ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. നമ്പർ 4, ഐഡൻറ്റിഫൈ ദ റിവാർഡ്. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഹാബിറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മൈൻഡ് നോക്കുന്നത് റിസൾട്ടിലോട്ടായിരിക്കും. ദാറ്റ്സ് ഓക്കെ, നമ്മൾ റിസൾട്ടിലോട്ടാണ് നോക്കേണ്ടത്. ബട്ട് പ്രോസസ്സിൻ്റെ കൂടെ ചേർന്നായിരിക്കണം റിസൾട്ടിലോട്ട് നോക്കേണ്ടത്. എക്സാമ്പിൾ, ഇപ്പോൾ 1 മന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയായിരിക്കും, 1 ഇയർ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നതാണ് നോക്കേണ്ടത്. റിസൾട്ടിലോട്ട് ആദ്യം നോക്കാതെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. നമ്പർ 5, ട്രാക്ക് യുവർ പ്രോഗ്രസ്. നമ്മൾ പ്രോഗ്രസ് ആവുന്നുണ്ടോ എന്നത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്ത ടിപ്പാണ് 3-day റൂൾ. ഈ 3-day റൂൾ എന്ന് പറയുന്നത് 3 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഒരു ഹാബിറ്റിൽ നിന്ന് ലീവ് എടുക്കാൻ പാടില്ല. ഇപ്പോൾ 2 ദിവസം നമ്മളൊരു ഹാബിറ്റിൽ നിന്ന് ലീവ് എടുത്തു, ദാറ്റ്സ് ഓക്കെ. ബട്ട് 3-ാമത്തെ ദിവസം ആ ഹാബിറ്റിൽ എന്ത് നടന്നാലും ഹാബിറ്റ് സ്റ്റിക്ക് ചെയ്തിരിക്കണം. ഇത് ചെയ്യുന്നത് കാരണം നമ്മളൊരു ഹാബിറ്റിൽ 1 വീക്ക് അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും അത് ആ ഹാബിറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, എക്സ്ട്രാ 2 ടിപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് എ ബഡി. നമ്മുടെ ഫ്രണ്ട്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഹാബിറ്റ് നമ്മളെ ഫ്രണ്ടേ കൊണ്ടും ചെയ്യിക്കുക. അതായത് കൂടെ ഒരു ബഡിയും കൂടെ ചേർന്ന് ചെയ്യുക. അപ്പം നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയി പോയാലും നിങ്ങളെ ഫ്രണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങളെ ഫ്രണ്ട് ഡീമോട്ടിവേറ്റ് ആയി പോയാലും നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും. സോ ആ ഹാബിറ്റിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വളരെയധികം അത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി യു. ഡു വാട്ട് യു ലവ്. സ്റ്റേ ഹാപ്പി. ബൈ ഫ്രം 1 boy 1 mind.